മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ റിമാമിസാണ്. അപ്പോൾ മെഡീവൽ വേൾഡ്, മധ്യകാല ലോകം എന്ന ചാപ്റ്ററിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് എന്താ, നമ്മുടെ മെഡീവൽ ചൈന നോളജിൻ്റെയും ആർട്ടിൻ്റെയും മേഖലയിൽ നമുക്ക് തന്നിട്ടുള്ള സംഭാവനകൾ എന്തൊക്കെയാണെന്ന്. അപ്പോൾ അത് നമുക്ക് നോക്കിയാലോ? യെസ്, നോക്കാം. കോൺട്രിബ്യൂഷൻസ് ഓഫ് ചൈന, ചൈനയുടെ കോൺട്രിബ്യൂഷൻ, മെഡീവൽ ചൈനയുടെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയായിരുന്നു നോക്കാം. അച്ചടി യന്ത്രം നമുക്കറിയാം. അന്ന് ഈ പ്രിന്റിംഗ് മെഷീൻസ്, പണ്ടത്തെ കാലത്ത് പ്രിന്റിംഗ് മെഷീൻസ് ഒന്നും ഇല്ലല്ലോ. പക്ഷെ പിന്നീട് നമ്മുടെ ചൈനയാണ് എന്ത്, അച്ചടി യന്ത്രം അല്ലെങ്കിൽ പ്രിന്റിംഗ് മെഷീൻസ് കൊണ്ടുവന്നത്. ഓക്കെ, അച്ചടി യന്ത്രവും പ്രിന്റിംഗ് മെഷീൻസും ഗൺ പൗഡർ, വെടിമരുന്നുകളൊക്കെ എന്താ, ആരുടെ കോൺട്രിബ്യൂഷൻ ആയിരുന്നു? നമ്മുടെ മെഡീവൽ ചൈനയുടെ കോൺട്രിബ്യൂഷൻ ആയിരുന്നു. ദെൻ ഇത് ചൈനക്കാരിൽ നിന്നാണ് യൂറോപ്യന്മാർ മനസ്സിലാക്കിയത്. ആ പ്രിന്റിംഗ് മെഷീൻസ് ഉണ്ടെന്നും ഗൺ പൗഡർ ഉണ്ടെന്നൊക്കെ എന്താണ്, ആരിൽ നിന്ന് മനസ്സിലാക്കിയത്? യൂറോപ്യന്മാർ ചൈനക്കാരിൽ നിന്നാണ് ഇവർ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്. ദെൻ അച്ചടി വിദ്യ അല്ലെ, അച്ചടി വിദ്യ വിജ്ഞാനത്തിന്റെ, നമുക്കറിയാം പ്രിന്റിംഗ് മെഷീൻസ് വന്നാൽ എന്താ, നമുക്ക് അവിടെ എഴുതേണ്ട ആവശ്യമില്ലല്ലോ, ഒക്കെ പ്രിന്റ് ചെയ്ത് കിട്ടുമല്ലോ. അപ്പം എന്താണ്, വായിക്കാനും അത് മനസ്സിലാക്കാനൊക്കെ എളുപ്പമാവില്ലേ? അതെന്താ, അത് വിജ്ഞാനത്തിൻ്റെ ഭാഗത്ത് നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അച്ചടി വിദ്യ വിജ്ഞാനത്തിൻ്റെ വളർച്ചയെ സഹായിച്ചു. ദ പ്രിന്റിംഗ് ടെക്നോളജി ഹെൽപ്പ് ദ ഡെവലപ്മെന്റ് ഓഫ് നോളജ് അല്ലേ. അറിവ് നേടാൻ വേണ്ടി കുട്ടികൾ എന്താണ് കൂടുതൽ ഹെൽപ്പ് ചെയ്തു, ആളുകളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ളത് നമുക്ക് ദിശ അറിയാൻ വേണ്ടിയിട്ടുള്ള വടക്ക് നോക്കി യന്ത്രമല്ലേ. ഇതും ആരുടെ കോൺട്രിബ്യൂഷനാണ്? നമ്മുടെ ചൈനക്കാരുടെ കോൺട്രിബ്യൂഷൻ ആയിരുന്നു കേട്ടോ. ദ മറൈനേഴ്സ് കോമ്പസ്, എന്താണ്, കടൽ യാത്രകളിൽ ദിശ മനസ്സിലാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വടക്ക് നോക്കി യന്ത്രം കണ്ടുപിടിച്ചത് ആരായിരുന്നു? ചൈനക്കാരാണ്. ചൈനക്കാരുടെ കോൺട്രിബ്യൂഷനാണ് ഇതെന്ന് പറയുന്നത്. ദെൻ എന്താണ് അവർ കൊണ്ടുവന്നിട്ടുള്ള ഒരു ആർക്കിടെക്ചർ ആയിരുന്നു എന്ത്? യെസ്, ബുദ്ധ ദേവാലയങ്ങൾ. ഓക്കെ, ബുദ്ധ ദേവാലയങ്ങളായിട്ടുള്ള പഗോഡകൾ എന്നറിയപ്പെടുന്ന ബുദ്ധ ദേവാലയങ്ങൾ അവരുടെ നിർമ്മാണ വൈഭവത്തിന്റെ തെളിവാണ്. കാരണം അവരുടെ ഡിസൈൻ ചെയ്ത സംഭവങ്ങളാണ് എന്ത് ഈ ഒരു പഗോഡകൾ എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ മെഡീവൽ ചൈനയുടെ കോൺട്രിബ്യൂഷൻ എന്തിലേക്ക്? നോളജിലേക്കും ആർട്ടിലേക്കും അവരുടെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രിന്റിംഗ് മെഷീൻസ് ഉണ്ട് അല്ലേ, അച്ചടി യന്ത്രമുണ്ട്, ദെൻ ഗൺ പൗഡർ, വെടിമരുന്നുകളുണ്ട്, പിന്നെന്താ, യെസ്, വടക്ക് നോക്കി യന്ത്രം, മറൈനേഴ്സ് കോമ്പസ് ഉണ്ട്, ദെൻ പഗോഡകൾ എന്നറിയപ്പെടുന്ന ആർക്കിടെക്ചറൊക്കെയാണ് ആരുടെ സംഭാവന? നമ്മുടെ മെഡീവൽ ചൈനയുടെ കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്, കോൺട്രിബ്യൂഷൻസ് ഓഫ് മെഡീവൽ ചൈന. അപ്പോൾ ഇതേപോലത്തെ കുഞ്ഞു വീഡിയോസ് ആയിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. ബൈ.